തെരഞ്ഞെടുപ്പുകളിൽ വിവിപാറ്റ് സ്ലിപ്പുകൾ പൂർണ്ണമായും എണ്ണണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. വിഷയത്തിൽ കോടതി നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് കൊടുത്തിരുന്നു. നിലവിൽ എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുക്കുന്ന 5 EVMലെ വിവിപാറ്റ് സ്ലിപ്പുകൾ മാത്രമാണ് എണ്ണിക്കൊണ്ടിരിക്കുന്നത്. അതല്ല, എല്ലാ മണ്ഡലങ്ങളിലെയും വിവിപാറ്റുകൾ മുഴുവൻ എണ്ണണം എന്നാണ് ഹർജികളിലെ ആവശ്യം. ബൽറാം നെടുങ്ങാടി കൂടുതൽ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ബൽറാം നെടുങ്ങാടി, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് എസ്കേൻ. നിലവിൽ ഇപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾക്കെതിരെ ചില സംശയങ്ങൾ പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉയരുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് രീതിക്ക് വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ഹർജിയാണ് ഇന്ന് സുപ്രീം കോടതിക്ക് മുന്നിൽ ഉള്ളത്. നിലവിലെ സ്ഥിതി അനുസരിച്ച് ഈ ഒരു പാർലമെന്ററി മണ്ഡലത്തിലെ തെരഞ്ഞെടുക്കപ്പെടുന്ന എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുക്കപ്പെടുന്ന 5 ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾക്കൊപ്പം ഘടിപ്പിച്ചിട്ടുള്ള വിവിപാറ്റ് യന്ത്രങ്ങളിൽ സ്ലിപ്പുകൾ മാത്രമാണ് എണ്ണുന്നത്. അത് ഒഴിവാക്കിക്കൊണ്ട് മുഴുവൻ വിവിപാറ്റ് സ്ലിപ്പുകളും എണ്ണിക്കൊണ്ട് അത് ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ രേഖപ്പെടുത്തിയ വോട്ടുമായി ഒത്തുനോക്കണം എന്നാണ് ഈ ഹർജികളിലെ പ്രധാന ആവശ്യം. ഈ തെരഞ്ഞെടുപ്പ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഡെമോക്രാറ്റിക് റിഫോംസ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് അടക്കമുള്ളവർ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയാണ്. ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നോട്ടീസ് അയച്ചിരുന്നു. ഇക്കാര്യത്തിൽ അഭിപ്രായം തേടിയിരുന്നുവെങ്കിൽ ഇതിന്റെ ഒരു പ്രായോഗിക പ്രശ്നമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിച്ചത്. ഈ സ്ലിപ്പുകൾ മുഴുവനായി എണ്ണുന്നതിനായി കൂടുതൽ സമയമെടുക്കുമെന്നാണ് ആവശ്യം. എന്നാൽ ഹർജിയിൽ ഇതിന് കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ട് നിലവിലെ ക്രമം അനുസരിച്ച് എന്ന ചട്ടം ഒഴിവാക്കി ക്രമമില്ലാതെ തന്നെ പൂർണ്ണമായും എണ്ണി തിട്ടപ്പെടുത്താനാകും ചുരുങ്ങിയ സമയം കൊണ്ട് എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് പരിഗണിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഒരു നിർദ്ദേശം ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ അടുത്തു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ ജസ്റ്റിസുമാരായ BR ഗവായ്, സന്ദീപ് മെഹ്ത്ത എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ ഹർജികൾ പരിഗണിക്കുന്നത്. എസ് കെ. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.